നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആട്ടിൻ തലയുടെ സൂപ്പാണ്. അപ്പോൾ അതൊക്കെ വേണ്ട കാര്യങ്ങൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. കുരുമുളക് ഇത് മൂപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ച് 2-3-4 എടുക്കുന്നുണ്ട്. കുരുമുളകും ഇഞ്ചിയും വെളുത്തും നമുക്കൊന്ന് ചതച്ചെടുക്കണം. ബിരിയാണി മസാല ആണ് വേണ്ടത്. നമുക്ക് ഇത് ചേർക്കണം. ആടിൻ തലൻ്റെ സൂപ്പാണ് കണ്ടില്ലേ. ഇതാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. കഴുകി വെച്ചതാണ്, കട്ട് ചെയ്ത് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ കുക്കറിലേക്ക് ഇടാണ്. കട്ട് ചെയ്ത് കഴുകി വെച്ച് വൃത്തിയാക്കിയതാണ്. ഇനി ഈ മസാല ഇടാൻ പോവാണ് നമ്മൾ. ആദ്യം ഈ മസാല ഒക്കെ ഇടുക. ഇത് ശരിക്കും ഇതിലാണ് വെക്കേണ്ടത്, മൺകുടത്തിലാണ് വെക്കുക. ഇനി കരിവേപ്പില അടുത്തത്. ഞാൻ കൂടുതൽ കരിവേപ്പിൻ്റെ ഇടുന്നുണ്ട്. കരിവേപ്പില എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇനി വെളുത്തുള്ളി ഇഞ്ചി കുരുമുളകൊക്കെ ചതച്ചതാണ് ഇട്ടുന്നത്. ക്യാരറ്റ് ക്യാബേജ് ഇട്ടാണ്. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണേ. കൈ കഴിക്കും വേണ്ടി ആദ്യം 2 കപ്പ് വെള്ളം ഒഴിക്കുക. 2 കപ്പ് വെള്ളം പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യുക. സ്പൂണൊക്കെ എടുത്ത് നല്ല മിക്സ് ചെയ്യുക. ഉപ്പ് ഇടുക. ഞാൻ പൊടിപ്പാണ് ഉള്ളത് ഇവിടെ, പൊടിപ്പാടാണ്. ഇനി ഒരു പിടി പച്ചമല്ലി, ഞങ്ങളുടെ കൊത്തമ്പായി എന്നൊക്കെ പറഞ്ഞതിന് അതിടാണ്. ശരിക്ക് വേണ്ടത് അടുപ്പത്ത് മൺകുടുക്കയിലൊക്കെ ഒന്ന് വെക്കേണ്ടത്. നമുക്കപ്പോൾ നേരം ഇല്ലാത്തതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരമൊക്കെ വരെ വെക്കണം, അതിൻ്റെ സത്തൊക്കെ കിട്ടുള്ളൂ. പക്ഷെ നമുക്കിത് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കണത്. അപ്പോൾ നന്നായിട്ട് വേവിക്കണം. 1 മണിക്കൂറോളം ചെറുതീരായിട്ട് വേവിക്കേണ്ടി വരും. 10 വിസിൽ കൂക്കിൻ്റെ ശേഷം നമ്മൾ തുറക്കണം. 1 മണിക്കൂറിലേറെയായി വേവിക്കൽ തുടങ്ങിയിട്ട്. എത്ര വേവിക്കാൻ പറ്റുമോ അത്രയും വേവിക്കുക. നമ്മൾ 10 വിസിൽ കൂക്കി. ആദ്യം 5 കൂക്ക് ലോ ഫ്ലെയിമിലും പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടു. പിന്നെ അത് വേവായിക്കൊണ്ടോ ഉപ്പായിട്ടുണ്ടോ നോക്കാം നമുക്ക്. പറഞ്ഞിട്ടുണ്ട്, നല്ല സാധനമാണ്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. കുറച്ച് വെളിച്ചെണ്ണ പറയാം. ചുവന്നുള്ളി, പിന്നെ ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളി അതിട്ടു. നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്ക് മസാലകൾ ചേർക്കാം. ഇട്ടിട്ടുണ്ട്, ഇത്തിരി ഇട്ടിട്ടുള്ളൂ കേട്ടോ, വെറുതെ. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണ്. മസാല പൊടിച്ചത് ഒന്ന് പച്ചമണം മാറോളം നമ്മൾ ഇളക്കി കൊടുക്കുക. വാസന വരുന്നുണ്ട്. ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തേക്ക് എടുത്ത് വെക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓ, നല്ല രസമുണ്ട് കേട്ടോ. ടേസ്റ്റ്